ഒരാളിങ്ങനെ വിളിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷിക്കുന്ന തമിഴിലാണ് പറയണത്. അപ്പോൾ നമുക്കിത് കറക്റ്റ് മനസ്സിലാണല്ലോ ആരാ എന്താണെന്നൊന്നും. ഈ നല്ല ഇരുട്ടുണ്ടല്ലേ, നല്ല ഇരുട്ടാ, പിന്നെ മഴ കൂടിയ സമയത്ത് ഞാൻ ഇവിടെ വലിച്ച് കുറച്ച് ഇങ്ങനെ ചെരുവിൽ കയറി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ കാലിങ്ങനെ എൻ്റെ ജീപ്പ് അടിച്ച് ലോക്കായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു മാമനാണോ എന്ന് വിളിച്ചു. എന്നോട് ചോദിച്ചപ്പോൾ മാമനാടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മാമ എൻ്റെ കാല് മാത്രം ഒന്ന് കുടുങ്ങിയിട്ടുള്ളൂ, ഇത് എടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാം. മക്കളൊക്കെ പോയോ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവണില്ല, ഞാൻ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ജീപ്പാണ് തോന്നുന്നുണ്ട്, എനിക്ക് ആവൂല എന്ന് പറഞ്ഞു. അപ്പം മാമൻ ആരെങ്കിലും കൂട്ടിയിട്ട് വാ, അമ്മേനെ ഇവിടെ ഇരുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുത്തി. കുറേ ആൾക്കാർ മുകളിൽ കൂടെ ടോർച്ചടിച്ച് കൊണ്ട് ആരും നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്, എല്ലാവരും പേടി കൊണ്ടാണ്. അങ്ങനെ ഞാൻ മുട്ടുകുത്തി കയറിപ്പോയി. ഒരു ചെറിയൊരു തുണിക്കണ്ണം കിട്ടി, അത് എടുത്ത് കൊടുത്ത് മുട്ടുകുത്തി മുകളിലേക്ക് കയറിപ്പോയി. എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്കറിയില്ല, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെളിച്ചം കാണിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത് ഈ വീടിൻ്റെ മോൾ ഭാഗമാണ്, നമുക്ക് അറിയില്ല. അപ്പോൾ ആ ലൈറ്റ് അടിക്കുന്നതായിട്ട് ഞാൻ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ താഴെ ഭാര്യയും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ, നീ മുകളിലേക്ക് കയറ്, അവരെ ഞങ്ങൾ രക്ഷിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് കയറി. പിന്നെ എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്നെ കൊണ്ട് അവിടെ ഇരുത്തി. എനിക്ക് തലയൊക്കെ കറങ്ങി നടക്കാൻ പറ്റാണ്ടായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടന്മാർ വന്ന് 2 ഏട്ടന്മാരും ബാക്കിയുള്ളവരൊക്കെ കൂടി വന്ന് ജീപ്പ് തള്ളി മറയ്ക്കാൻ നോക്കി. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ജീപ്പ് തള്ളി മറയ്ക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരു കല്ല് ഞരങ്ങണ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ മൂത്തേട്ടനോട് പറഞ്ഞ്, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, മുകളിലേക്ക് കയറിക്കോ. ഒരാൾ താഴെ ഒരാൾ മുകളിലേക്ക് കയറിക്കോ, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അടുത്ത പൊട്ട് വന്ന്. മൂന്നാമത്തെ പൊട്ടായിരുന്നു അത്. രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ നമുക്ക് കറക്റ്റ് അറിയാം. ഞങ്ങള് ശരിക്കും ഫസ്റ്റത്തെ പൊട്ടിലാണ് പോണത്. അതിന് മുമ്പ് പൊട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല. അങ്ങനെ ചേച്ചിൻ്റെ മോന് ഇവരെ കണ്ടുകഴിഞ്ഞതും ഏട്ടന്മാരിത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, അതായത് ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ആയിരുന്നു പറഞ്ഞത്. ഞങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമായി. മാമ നിങ്ങൾ വന്നോ, എൻ്റെ കാല് മാത്രം ഒന്ന് രക്ഷിച്ചാൽ എടുത്തു വിട്ടാൽ മതി മാമ, എനിക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ അവൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ രക്ഷിക്കുന്ന സമയത്ത് അടുത്ത പൊട്ടുവന്ന് അവർ ഓടി മുകളിലേക്ക് കയറിയില്ലെങ്കിൽ അവരും പോയിട്ടുണ്ട്. അപ്പോൾ അവനോട് ഏട്ടന്മാരോട് അവൻ പറഞ്ഞത്, മാമ എന്നെ വിട്ടിട്ട് പോവല്ലേ. അങ്ങനെ ഒരു നിമിഷ നേരം കൊണ്ട് അവനുമില്ലാണ്ടായി.